നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബീച്ചിൽ കളിക്കാനും കുളിക്കാനും ആവേശത്തോടു കൂടി ഇറങ്ങുന്ന കുട്ടികളും മുതിർന്നവരും. പക്ഷെ പെട്ടെന്ന് ബീച്ചിൽ നിന്നും ഒരു വമ്പൻ ആക്രമണം ഉണ്ടായാൽ എങ്ങനെയുണ്ടാകും? വെറും 26 മണിക്കൂറിനിടെ 2 കുട്ടികളടക്കം 3 പേർക്കാണ് ഇത്തരമൊരു ആക്രമണം നേരിടേണ്ടി വന്നത്. അതും സ്രാവിൽ നിന്നുള്ള ആക്രമണം. 2 കുട്ടികളടക്കം 3 പേർക്ക് നേരെയാണ് സ്രാവ് ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ സിഡ്നിയിലെ പ്രമുഖ ബീച്ചുകളെല്ലാം തന്നെ അടച്ചുപൂട്ടി. കനത്ത തിരമാലകൾ കാരണം സ്രാവുകളുടെ സാന്നിധ്യം അറിയിക്കുന്ന സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വടക്കൻ സിഡ്നിയിലെ മാലിയിലുള്ള നോർത്ത് സ്റ്റെയിൻ ബീച്ചിലാണ് ഏറ്റവും ഒടുവിലത്തെ നടുക്കുന്ന സംഭവം നടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് നോർത്ത് സ്റ്റെയിൻ ബീച്ചിൽ സർഫിംഗ് നടത്തുകയായിരുന്ന 20-കാരനെ സ്രാവ് ആക്രമിക്കുകയായിരുന്നു. കാലിന്റെ താഴത്തെ ഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തീരത്തുണ്ടായിരുന്നവർ ചേർന്നാണ് കരക്കെത്തിച്ചത്. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അതീവ ഗുരുതരാവസ്ഥയിലായ യുവാവിനെ റോയൽ നോർത്ത് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ സർഫ് ബോർഡിലെ 15 സെന്റിമീറ്റർ നീളമുള്ള പല്ലിന്റെ അടയാളം പരിശോധിച്ച വിദഗ്ധർ ആക്രമണം നടത്തിയത് ബുൾ ഷാർക്ക് ആകാനാണ് സാധ്യത എന്ന് വിലയിരുത്തുന്നു. DY പോയിന്റിൽ 11 വയസ്സുകാരനെ സ്രാവ് സർഫ് ബോർഡിൽ നിന്ന് തള്ളിയിടുകയുണ്ടായി. ബോർഡിൽ സ്രാവ് കടിച്ച അടയാളങ്ങൾ ഉണ്ടെങ്കിലും ഭാഗ്യവശാൽ കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച ഉച്ചയ്ക്ക് വോക്ലൂസിലെ ഷാർക്ക് ബീച്ചിൽ സുഹൃത്തുക്കൾക്കൊപ്പം നീന്തുകയായിരുന്ന 12 വയസ്സുകാരനെ സ്രാവ് കടിച്ചു. സുഹൃത്തുക്കൾ ചേർന്നാണ് കുട്ടിയെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത്. ആക്രമണങ്ങളെ തുടർന്ന് നോർത്ത് ബീച്ചേഴ്സ് കൗൺസിൽ പരിധിയിലുള്ള എല്ലാ ബീച്ചുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഡ്രോണുകളും ജെറ്റ് സീക്കുകളും ഉപയോഗിച്ച് സ്രാവുകൾക്കായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും പുതിയ നീക്കങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സിഡ്നിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് കടൽ വെള്ളം കലങ്ങിയിരിക്കുന്നത് സ്രാവുകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുവെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കലങ്ങിയ വെള്ളത്തിലും കാഴ്ചപരിധി കുറഞ്ഞ സ്ഥലങ്ങളിലും നീന്തരുത് എന്ന് അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ ബുൾ ഷാർക്കുകളുടെ സീസൺ കൂടിയായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് സ്രാവ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ചും ഇത്തരത്തിൽ സാഹസികമായി മുന്നോട്ട് പോകുന്നവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ആവർത്തിക്കുന്നു.